ചെറുപ്പകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ലൈഫ് ഫാമിലി ഒത്തിരി ജോയ്ഫുൾ ആയിരുന്നു. മമ്മിയുണ്ട്, കുഞ്ഞനിയനുണ്ട്. മമ്മി ഡോക്ടറാണ്. ഡെസ്പൈറ്റ് ഞങ്ങളുടെ ലൈഫിൽ ഒത്തിരി കഷ്ടത വന്നെങ്കിലും ഒത്തിരി ജോയസ് എൻവയൺമെൻ്റ് ആയിരുന്നു. എല്ലാവരുടെ ജീവിതത്തിൽ കഷ്ടതയുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ കഷ്ടത എന്താ ഡിഫറെൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2ാം ക്ലാസ് മുതൽ ബാക്ക് ടു ബാക്ക്, ലൈക്ക് 2ാം ക്ലാസ്സിൽ വെച്ച് ഫൈനൽ എക്സാം ചിക്കൻ പോക്സ്, 3ാം ക്ലാസ്സിൽ വെച്ച് മംസ്, 4th മീസസ്, 5th സ്റ്റാൻഡേർഡ് ടൈഫോയിഡ്, 6ാം ക്ലാസ്സിൽ വെച്ച് സ്കാബീസ്, 7ാം ക്ലാസ്സിൽ വെച്ച് ബോർഡിംഗ് സ്കൂളിൽ തന്നെ. അപ്പം 6 മാസത്തോളം ഞങ്ങളെ സെക്ഷുവലി എല്ലാം എൽഡേഴ്സ് ഹോസ്റ്റലിലുള്ള എൽഡേഴ്സ് തന്നെ ഞങ്ങളെ അബ്യൂസ് ചെയ്തു. 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും സ്കൂളിൽ പോകാൻ പറ്റിയില്ല, കാരണം ഫീസ് കൊടുക്കാനില്ല. അതുകൊണ്ട് 10th സ്റ്റാൻഡേർഡ് വെച്ച് ഞങ്ങളുടെ വീട് വിത്തിൻ 2 വീക്സ് ബോർഡ് എക്സാമിനുമായി മാർച്ച് 1 ആയിരുന്നു. 2 ആഴ്ച മുമ്പാണ് ഞങ്ങളുടെ വീട് കത്തി പോകുന്നത്. അങ്ങനെ 11th സ്റ്റാൻഡേർഡിൽ കയറി. 11th സ്റ്റാൻഡേർഡിൽ എൻ്റെ അഡ്മിഷൻ ഫോം അവർ മാറ്റി വെച്ചു. ക്രിസ്ത്യനാണ് പറഞ്ഞ അഡ്മിഷൻ ഫോം മാറ്റി വെച്ചു. 12th സ്റ്റാൻഡേർഡിൽ 2 മാസം മുമ്പ് HSC ബോർഡ് എക്സാമിന് 2 മാസം മുമ്പ് എനിക്ക് ജോണ്ടിസ് വന്നു. ആ ഫേസ്, ആ 10 ഡേയ്സ് ഹോസ്പിറ്റലിൽ മറക്കാൻ പറ്റാത്ത. കാരണം എവറി നൈറ്റ് ഞാൻ ഉറങ്ങാൻ പോകുമ്പോൾ അമ്മയോട് പറയും, ഒരു ഉമ്മ വന്നേക്ക്, രാവിലെ ഞാൻ എണ്ണിക്കത്തില്ല. കാരണം എനിക്ക് മരണം വന്നു, എനിക്ക് ഉറപ്പായിരുന്നു, എൻ്റെ ആത്മാവിന് ഉറപ്പായിരുന്നു മരണം വന്നത്. ആ സമയത്ത് 2ാം ആഴ്ച ഹോസ്പിറ്റലിൽ യേശു എൻ്റെ ഒരു ഹോസ്പിറ്റലിൻ്റെ റൂമിൽ കടന്നു വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇന്ത്യയിലായിരിക്കാൻ എനിക്ക് ഞാൻ സൗഖ്യം തരും. എന്നിട്ട് ഉടനെ ലൈക്ക് ദർ വാസ് എ ഹീലിംഗ് ആൻഡ് ദെൻ ഐ വാസ് റിലീസ്ഡ് ഫ്രം ദ ഹോസ്പിറ്റൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 6 months ലേറ്റർ എനിക്ക് ബോംബെ എയർപോർട്ടിൽ ഒരു ജോലി കിട്ടുന്നത്, എമിറേറ്റ്സിൻ്റെ സ്റ്റാഫായിട്ട്. ഫൈനലി ഞാൻ വിചാരിച്ചു എല്ലാം സ്റ്റേബിളാണ്, അസുഖങ്ങളൊന്നുമില്ല, പഠനമെല്ലാം കഴിഞ്ഞു, ഇനി എനിക്ക് ജോലി ചെയ്യാം. അപ്പോൾ എനിക്കിനി മുന്നോട്ടെല്ലാം നോക്കാമെന്ന് വെച്ചിട്ട് ജനുവരി 31, 2014 ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് രാത്രി 9 o'clock, ഐ സ്റ്റിൽ റിമെമ്പർ, എനിക്ക് ക്ലിയർലി ഓർമ്മയുണ്ട്. എനിക്കിപ്പോഴും ആ സൈൻ ബോർഡ്, റെയിൽവേ സ്റ്റേഷനിൽ ആ റെഡ് കാണിക്കുന്ന സൈൻ ബോർഡ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇറ്റ് വാസ് ഷോയിങ് 9 PM. ട്രെയിൻ വന്നു. ഐ വാസ് അബൌട്ട് ടു ബോർഡ് ദ ട്രെയിൻ, പക്ഷേ പിടികിട്ടിയില്ല. ഐ സ്ലിപ്ഡ്, ഐ ഫെൽ. ട്രെയിൻ എന്നെ സ്റ്റേഷനിൽ കുറച്ച് മുന്നോട്ട് വരെ എന്നെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോയി. കൈ വിട്ടപ്പോഴത്തേക്ക് ട്രെയിനിൻ്റെ അടിയിൽ പോയി ട്രെയിനിൻ്റെ മുകളിൽ കൂടെ കയറി പോവുകയായിരുന്നു. ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ, ഒരു സിവിൽ ഹോസ്പിറ്റലിൽ, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ, പിന്നെ അവിടുന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഷിഫ്റ്റ് ചെയ്ത് ഞാൻ അവിടെ സ്കാൻ ചെയ്തപ്പോഴാണ് അറിഞ്ഞത് എനിക്ക് കംപ്ലീറ്റ് സ്പൈനൽ കോഡ് ഇഞ്ചുറി ഉണ്ട്. അപ്പോൾ എൻ്റെ അരയിന് താഴെ എനിക്ക് സെൻസേഷനും ഇല്ല, ഫംഗ്ഷനും ഇല്ല. മമ്മി ഡോക്ടറിൻ്റെ അടുത്ത് പോയി, സർജൻ്റെ അടുത്ത് പോയി ചോദിച്ചപ്പോൾ സർജൻ പറഞ്ഞത് ഇവൻ ഇനി ഒരിക്കലും നടക്കില്ല, ബെഡിൽ തന്നെ ആയിരിക്കും, ഇപ്പോഴും ആശ്രയിക്കാൻ ഒരാൾ വേണം. ഇങ്ങനെ റിക്കവറി 0% ചാൻസ് ആണ് പറഞ്ഞത്, റിക്കവറി ചാൻസസ്. ഫോളോയിങ് മന്ത് മാർച്ച് മാസത്തിൽ എൻ്റെ ഹാൻഡ് സർജറിക്ക് അവർ എന്നെ കൊണ്ടുപോയി. കാരണം ഈ സ്കിന്നൊന്നുമില്ലായിരുന്നു, ഫുള്ള് റിപ്റ്റായി പോയി. അപ്പോൾ ഈ സ്കിൻ എൻ്റെ ലെഫ്റ്റ് തുടയുന്നെടുത്ത സ്കിന്നാണ്. ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് അകത്തോട്ട് കൊണ്ടുപോയിട്ട് എല്ലാവരും പ്രിപ്പറേഷനൊക്കെ തുടങ്ങി. പക്ഷേ ആ മൂമെൻറ്റ്, ആ സമയത്താണ് എൻ്റെ ബോഡി ഫുള്ള് സഡൻ സ്റ്റില്ലി വരുന്നത്, സ്റ്റോപ്പ്. എൻ്റെ ഹാർട്ട് ബീറ്റ് സ്റ്റോപ്പായി. എൻ്റെ ബോഡി വെറും കോൾഡ്, ലൈക്ക് ഡിറ്റോ കോൾഡ്. അവർ റബ്ബ് ചെയ്യുന്നു, വിളിക്കുന്നു, പക്ഷേ അനങ്ങുന്നില്ല. ബുക്ക് റെവലേഷൻസ് വായിക്കുന്ന പോലെ തന്നെ യേശു സിംഹാസനിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. ഹീസ് വാസ് സ്റ്റാൻഡിങ് ഓൺ ദ ത്രോൺ. ഒരു വലിയൊരു പ്രോമിസ് ഉണ്ടായിരുന്നു. യേശുവിനോട് പറഞ്ഞത്, എന്നിലായിരിക്കാൻ നിന്നാൽ അസാധ്യമായി ഒന്നും കാണത്തില്ലെന്ന്. കഷ്ടത കുറേ ഉണ്ട്, പക്ഷേ യേശുവിൻ്റെ സാന്നിധ്യം, യേശുവിൻ്റെ കൂടെയുള്ള, യേശു തന്ന കൃപയും യേശുവിൻ്റെ കൂടെയുള്ള ബന്ധവും അതാണ് എന്നെ കണ്ടിന്യൂസ് ആയിട്ട് നടത്തുന്നത്. എൻ്റെ ഫേവറേറ്റ് ബൈബിൾ വാക്കുകൾ എന്ന് പറഞ്ഞാൽ ജെനസിസ്, ഉൽപ്പത്തിയുടെ 39-ാം അധ്യായം 2-ാം വാക്യം, ഗോഡ് വാസ് വിത്ത് ജോസഫ് ആൻഡ് ഹി വാസ് സക്സസ്ഫുൾ. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ പ്രസൻസ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി സക്സസ്ഫുൾ ആണ്. അതാണ് വചനം പറയുന്നത്. അതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് വാക്യം. എന്ന് പറഞ്ഞാൽ എപ്പോഴും എത്ര കഷ്ടത വന്നാലും, എത്ര ദുഃഖം വന്നാലും, എത്ര ഡിസപ്പോയിൻമെൻറ്റ്, ഫെയിലിയേഴ്സ് എൻ്റെ ലൈഫിൽ വന്നിട്ടില്ലെന്നല്ല, എപ്പോഴും വരുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരു കാര്യം ശ്രമിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് അത് ഫെയിലായി പോവുക. അപ്പം ആ സമയത്തും എനിക്ക് ഒരു ഉറപ്പുള്ളത്, ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ മൈൻഡ് സെറ്റ് വെച്ചിട്ടാണ്. യേശു എൻ്റെ കൂടെ ഉണ്ട്, അപ്പം ഞാൻ സക്സസ്ഫുൾ ഓൾറെഡി ആണ്. യേശുവായിട്ടൊരു ബന്ധമുള്ളതുകൊണ്ട്, ദൈവത്തിൻ്റെ ഫേവറും ആ സ്നേഹവും ആ സാന്നിധ്യം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് നോക്കുമ്പം ഞാൻ വീൽ ചെയറിലാണ്, നമുക്ക് കാണാൻ പറ്റാത്ത കുറേ ഗിഫ്റ്റ്സ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്, ജനറൽ ഗിഫ്റ്റ്സ്. അപ്പോൾ ഞാൻ വീണ് കഴിഞ്ഞ് ഒരു കാലഘട്ടത്തിൽ ഞാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്ന സമയത്താണ് യേശു എന്നോട് ഇതൊക്കെ പറഞ്ഞു തന്നത്. എനിക്കിപ്പോഴും കണ്ണുണ്ട്, കൈയുണ്ട്, ഹൃദയമുണ്ട്, ഒരു വർക്കിംഗ് ഇൻ്റലക്ച്വൽ എബിലിറ്റി ഉണ്ട്. അപ്പോൾ ദിസ് ഈസ് വാട്ട് ഈസ് ലെഫ്റ്റ്. അപ്പോൾ നിനക്ക് ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഗിറ്റാർ വായിക്കാൻ പഠിച്ചതും, പിന്നെ സോങ്സ് എഴുതിയതും. This world will change its time.
stand against you. Kings and the nations will hate you. കാരണം ബുക്സ് എഴുതുന്നുണ്ട്, ബ്ലോഗ്സ് എഴുതുന്നുണ്ട്, ഓഥറാണ്, പിന്നെ ഒരു കമ്മ്യൂണിക്കേറ്ററാണ്, ഒരു ഇവാഞ്ചലിസ്റ്റാണ്. അപ്പം നിങ്ങളുടെ അവസ്ഥയല്ല ദൈവം നോക്കുന്നത്, നിങ്ങളുടെ ഹൃദയമാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്കൊരിപ്പോൾ ഒരു ചെറിയ ടാലൻ്റ് ഉണ്ട്, ഡാൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചെറിയ എഴുത്തായിരിക്കാം, ചില ആൾക്കാർക്ക് ആർട്ടിസ്റ്റിക് ആയിരിക്കും, ഡ്രോയിങ് ആയിരിക്കും. അപ്പോൾ നിങ്ങളത് ദൈവസന്നിധിയിൽ എങ്ങനെ ഉപയോഗിക്കുന്നോ അത് സമർപ്പിച്ച് നിങ്ങൾ കൊടുക്കുവാണെങ്കിൽ, നിങ്ങൾ ഏത് സ്ഥലത്തിലാണെങ്കിലും ദൈവം നിങ്ങളതെടുത്ത് ഉപയോഗിക്കും. കാരണം എഡ്യൂക്കേഷൻ വൈസ് ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും ഞാൻ ബെഡേ കടന്നുകൊണ്ടാണ് ചെയ്തത്. നിങ്ങളുടെ പൊസിഷൻ, നിങ്ങൾ എവിടെ ആയിരിക്കുന്നോ ആ പൊസിഷൻ അല്ല. ജോസഫ് ഈജിപ്ഷ്യൻ പോട്ടിഫറിൻ്റെ വീട്ടിലൊരു സ്ലേവ് ആയിരുന്നു. പൊസിഷൻ അല്ല ദൈവം നോക്കുന്നത്, നിങ്ങളുടെ ഫെയ്ത്ത്ഫുൾനെസ്, നിങ്ങൾ അത് എങ്ങനെ ചെയ്യുന്നു. God is love, Emmanuel, the Son for love. നിങ്ങൾക്ക് തന്ന സീസണിൽ നിങ്ങൾ അതെങ്ങനെ ഫെയ്ത്ത്ഫുള്ളി അത് ചെയ്യുന്നു. ചിലപ്പോൾ ഇപ്പം നിങ്ങളുടെ പഠിക്കുന്ന സീസൺ ആണെങ്കിൽ നിങ്ങൾ പഠിക്കുന്നുണ്ടോ, അതാണ് ദൈവം നോക്കുന്നത്. നിങ്ങൾക്ക് ജോലിയാണെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടോ, ഇപ്പോൾ കല്യാണം കഴിഞ്ഞെങ്കിൽ നിങ്ങളുടെ വൈഫ് അല്ലെ ഹസ്ബൻഡിനെ എങ്ങനെ സ്നേഹിക്കുന്നു, നിങ്ങൾ തന്ന സീസണിൽ നിങ്ങൾ അത് എങ്ങനെ ഉപയോഗിക്കുന്നോ അങ്ങനെ ആ ഫെയ്ത്ത്ഫുൾനെസ്, ആ ഒരു വിശ്വസ്തതയാണ് ദൈവം നോക്കുന്നത്. നിങ്ങളത് വിശ്വസ്തത ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസാധ്യമായിട്ട് ഒന്നും കാണില്ല. I am 100% satisfied with all my works and ദൈവകൃപയാൽ ഇത്രയെല്ലാം ചെയ്യുന്ന ഇനിയും എനിക്ക് വിശ്വാസമുണ്ട്, നല്ല സ്ട്രോങ് കോൺഫിഡൻസും ഉണ്ട്. ദൈവം ഒന്നുമില്ല, ദൈവം ഇനി എന്നെ കൊണ്ട് ഇനിയും കുറച്ചും കൂടെ എന്താ ന്യൂ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി പ്രേയർഫുൾ ആൻഡ് ദെൻ ഓൾസോ വെരി മച്ച് ഫോക്കസ്ഡ് ആണ്.